രാജി, രാജി മോളെ, രാജി. ഞാൻ ആരായി രാജി? ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു. രാജിയെ സ്വപ്നം വല്ലതും കണ്ടിട്ടാവും അല്ലേ? വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒന്നും തിരിഞ്ഞില്ല. നാട്ടിലാണോ രാജി? രാജി ഇപ്പോഴില്ല. പിന്നെ എവിടുണ്ട്? മരിച്ചുപോയി. ഇറങ്ങണം കയറണുണ്ട്. അത് പനി വിടണ ലക്ഷണ. ഓരോന്നൊക്കെ പിച്ചുമ്പേയും പറയണുണ്ട്. എന്നെ കൊണ്ടൊരു ശല്യം അല്ലേ നാണേട്ടാ? ഏയ്, ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ. വേറൊരു സ്ഥലം എന്നുള്ള വിചാരം വേണ്ട. താഴ്ത്തങ്ങാടി രാവുണ്ണിയെ വിളിച്ചോണ്ടോന്നല്ലോ. കളരി മരുന്ന് അയാളുടെ ചികിത്സ. ചുക്കാപ്പിയാ. പനി കുറവുണ്ട്. എന്തേ? ഒന്നുമില്ല. രണ്ടാളും എന്തേ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട്. ഒക്കെ ആയിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല. രാത്രി വെള്ളദാഹം തോന്നിയാൽ ഇതിലുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട്. തലചുറ്റി വീഴുവോ? ആ രാഘവൻ എവിടേക്ക് പോയി? വയ്യാത്തടത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട. മൂത്രം ഒഴിക്കണം തോന്നിയ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ആവാ. രാത്രി നേരമല്ലേ? പഴയ പെട്ടിപ്പാട്ടില്ലേ, അതിപ്പോ വാങ്ങാൻ കിട്ടുമോ നാട്ടില്? ബാലിന് മനസ്സിലായോ സാധനം? പെട്ടിപ്പാട്ട്. അതെന്തിനാ ഇപ്പൊ അച്ഛന്? പണ്ട് മനക്കലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് ചെറിയൊരു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മയ്ക്ക്. ഇപ്പൊ വേറെ സാധനം ഉണ്ടച്ചാ. റേഡിയോ കേൾക്കുകയും ചെയ്യാം, കാസറ്റ് ഇട്ട് പാട്ട് പാടിക്കുകയും ചെയ്യാം. കാസറ്റ് എന്നാ പറയാ, അതിലും പാട്ട് തന്നെ. ഓണക്കാലത്ത് മനക്കല് പാട്ടും കളിയുണ്ടാവും. കുഞ്ഞാത്തൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു. സന്ധ്യക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോ ഞാനിങ്ങനെ പരിങ്ങി 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 അടുത്തു കൂടും. നല്ല നേരം അച്ചാൽ 36 പാടി തന്നൂന്നും വരും. കേട്ടിരിക്കുമ്പോ കാടാണ്, മലയാണ്, നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും. വയ്യ, കിടക്കട്ടെ. ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെ കരയും. എപ്പോഴും അച്ഛനാ വിചാര. ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും. മരിച്ചുപോയവരെ പറ്റി അധികം ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത്. ഇഷ്ടമുള്ളൊരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും. അത് അവർക്കും കഷ്ടമല്ലേ? കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കുക അപ്പൊ നല്ലത്. ആ
രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെ അതെടുത്തിടണത്. ഏതായിരുന്നു ആ കുട്ടി? വേണ്ട, ഒന്നും പറയണ്ട. കൂപ്പിൽ ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടനുണ്ടായിരുന്നു. കണാരേട്ടന്റെ മോളെ രാജി. 3 കൊല്ലം ഞാനവിടെ പണിയെടുത്തു. വലിയ ഇഷ്ടായിരുന്നു അല്ലേ? ഉം. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു. മരിച്ചിട്ടില്ല അച്ചാലല്ലേ? കല്യാണം കഴിച്ചു ഞങ്ങള്. എന്നിട്ടാ മരിച്ചത്? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ, അന്ന് രാത്രി. എന്റെ ഈശ്വരാ. എങ്ങനെ എങ്ങനെ മരിച്ചു? ബാലൻ ഉറങ്ങിയില്ല അല്ലേ? ഇല്ല. രാത്രി ഇക്കാലത്ത് ഒരു ഈറൻ കാറ്റുണ്ട്. ഡേ, ഇതുകൂടെ പൊതിച്ചോളൂ. നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവുന്ന തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവനെ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ടാ പേടി, ആളുകളെ പേടി, അറിഞ്ഞ തത്വജ്ഞാനമൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്? വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ? ഉദ്യോഗവും കോപ്പും ഉള്ളവരാരും ഇവിടെ പെണ്ണ് തെരഞ്ഞു വരുമെന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കീഴ്ക്കാവ് വാര്യത്ത് എന്ന് പറയാം, പേരുള്ള വീട്, ആൾക്കാര്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണൂന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്ന് വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ? ഹോ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല? ആ. അച്ഛാ വേണ്ട. ഏയ്, ഞാൻ കഴിക്കാനല്ല, മൂടി ശരിയല്ലേന്ന് നോക്കിയതാ. ഗ്യാസ് പോയാ പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. നീ ഉറങ്ങിയില്ലേ? പാലിന് ഞാനൊരു കമ്പിളി കുറയ്ക്കാൻ കൊടുത്തു. പിന്നെ കുറെ സ്വകാര്യം പറയലും അതും കേട്ടു. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച്. എന്താ പറഞ്ഞ തെറ്റുണ്ടോ? ഉണ്ട്. എന്തേ പറഞ്ഞേ? തെറ്റുണ്ടെന്ന് തന്നെ. ഒരാള് വന്നുവിടാൻ കാത്തിരിക്കായിരുന്നു. എന്നെ തലയിൽ വെച്ച് കെട്ടാൻ തോന്നും ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ. ഞാൻ രാഘവനെ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കുകയായിരുന്നു. കേൾക്കണവർക്ക് തോന്നണത് എന്താന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ രാഘവൻ എന്താ തെറ്റ്? ഒറ്റത്തടി. ഒറ്റത്തടിക്കാര് മാത്രമാ ഈ താഴ്വാരത്തിൽ വന്നു പെടുന്നത്. അതച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? പുറത്തതാ വേറൊരാൾ, അതും ഒറ്റത്തടി. പണ്ടത്തെ ഒറ്റാന്തടി അച്ഛൻ. ഞാനത് വലിയ കേമായിട്ടല്ല കാണണേ. വേറൊരു വീട്, ആൾക്കാര്, സ്വന്തക്കാര്, അതത്ര മോശമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ? അല്ല, അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി പോയി എന്നല്ലാതെ. അച്ഛനെ മിണ്ടാതൊരു ഭാഗത്തിരുന്നോളൂ തൽക്കാലം. ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരി ഉണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനവും. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും. അതത്ര കാര്യാക്കാനുണ്ടോ? നീയും കളി പറയാറില്ലേ? നാളത്തെ അയലൊക്കെ അല്ലിച്ചിട്ട് ലോഹ്യം കാട്ടണു. അതാരായാലും ചെയ്യണ്ടേ? വിശന്നിരിക്കണവർക്ക് ചോറ് കൊടുക്കണമെന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു. വേറെന്താ? എന്താ അവനൊരു തെറ്റ്? ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിടണ്ട, അത്ര തന്നെ.
രാമനാരായണ രാമനാരായണ രാമ. 50 ഉറുപ്പിയുണ്ട്. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ? വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്. പിന്നെ ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കണു. ഞാനിവിടെ പണിയെടുത്ത് നിന്നോളാം. ഇവിടെയാ? ഇനി ഒളിപ്പിച്ചതിനാവും എനിക്ക് പോലീസുകാരെ ചവിട്ട് കുത്തും. നീ പോ. ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ? വേറെ വല്ല ദിക്കിലും പോ. പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ, ഒരുത്തനും ഇവിടെ തെരഞ്ഞു വരില്ല ബാല. നീ വിശ്വസിക്കേ? ഒരു കിളുന്ത് പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പീഡിയയില്. കഴുത്തിൽ കയറ് വീഴുന്ന എപ്പോഴാന്ന് അറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതല്ലേ? ബാല, വീടിയുണ്ടോ? ഇല്ല. നീ അടവിന് ലോറി എടുക്കാൻ പോണോ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ? അതിന് നീയോ? എടാ, നീ നേരെ പോയി നിന്റെ പ്രാണം പോവ് വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും. അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലേ ഉണ്ടായത്? ഒരു കയ്യബദ്ധം. അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി. പണിയെടുത്ത് ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരാ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ദേ, ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തൻ വീണ വേറൊരുത്തൻ താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വിട്ടാൽ? ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണ്. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ര ബാല. നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല. കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ? പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനായിട്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞത് പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷിക്ക്. നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കള്ളിയുള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല. മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും, ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. ആ, വാ. എന്താ എന്താ ബാല? എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്? മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ ഒന്ന് തട്ടിത്തടഞ്ഞു. വീണോ? വല്ലതും പറ്റിയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിട്ടേ ഉള്ളൂ. ഓ, വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാല അല്ലേ? അതെ. ഒരിക്കലൊന്ന് മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുകുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ പണിക്കാരുണ്ടായാ മതി. അവക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പോവാനൊരു മടി. ബാലൻ പോയിട്ടുണ്ടോ? ഒരിക്കൽ.
ഇപ്പൊ പമ്പഴ അടുത്ത് വരെ ബസ് ചെല്ലുന്നല്ലേ കേക്കണേ. തലയിലെ മുറിവ് തുറന്നു തോന്നണല്ലോ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ.